ഇന്ന് വചനധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായി 10, 16 മുതൽ 20 വരെ. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടിക്കൊണ്ട് അടിക്കുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുൻപിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യം ആയിരിക്കും. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറയാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങൾ അല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് അത്രേ. നമുക്ക് ഒരു നിമിഷം തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരം ആയിരിക്കുമാറാകണമേ. ആമേൻ. യേശുക്രിസ്തു ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി ശിഷ്യരെ അയക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഈ നിർദ്ദേശം അത് ഇന്ന് ഈ ശുശ്രൂഷ സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് മാത്രമല്ല. ഞാൻ പറയും, മാമോദീസ മുഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട എല്ലാ ദൈവജനത്തിനും ഉള്ള പ്രബോധനം, ആലോചന തന്നെയാണ്. ഇവിടെ നാം നോക്കുന്ന സമയത്ത് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന 2 കാര്യങ്ങൾ അത് ചിന്തയ്ക്ക് വിധേയമാക്കി ഞാൻ ഈ ധ്യാനം അവസാനിപ്പിക്കാം. ഒന്ന്, 16-ാമത്തെ വാക്യം. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ. 19-20 വാക്യങ്ങൾ. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് അത്രേ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാപട്യത്തിൻ്റെയും നാട്യങ്ങളുടെയും നടുവിലാണ് ദൈവരാജ്യ ശുശ്രൂഷ കർത്താവ് എന്നെയും നിങ്ങളെയും തലമുറകളായി ഫലമേൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക. ഈ ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള ശൈലി എന്തായിരിക്കണം എന്ന്, ആ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ആവശ്യമായ പ്രാഗൽഭ്യം എവിടെ നിന്നാണ് നേടേണ്ടത് എന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്ത് കർത്താവ് പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായി, പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായി, അല്ലെങ്കിൽ ആ ശൈലി സ്വീകരിച്ചു വേണം ഈ ശുശ്രൂഷ ചെയ്യുവാൻ എന്ന് കർത്താവ് പറയുന്നു. ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തകർ എന്ന നിലയ്ക്ക് നമ്മളേതെങ്കിലുമൊക്കെ വെച്ചുകെട്ടി ചെയ്യുന്ന ഒരു ശുശ്രൂഷയല്ല. പിന്നെയോ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആന്തരികമായ പ്രേരണയാൽ ചെയ്യേണ്ടതാണ് എന്നാണ് കർത്താവ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് നമ്മുടെ ശൈലി, എന്തായിരിക്കണം നമ്മുടെ ശൈലി എന്നതിന് കർത്താവ് പറയുകയാണ്, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം, പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായിരിക്കണം. എന്താണ് പാമ്പിൻ്റെ പ്രത്യേകത എന്ന്
ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 4 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ പറയുന്ന ചില സവിശേഷതകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഒന്ന്, വെരി ഇൻ്റലിജൻറ്റ് ആൻഡ് വെൽ ഇൻഫോംഡ്. മുന്നറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാനായിട്ടുള്ള വലിയ പ്രാപ്തിയുള്ള സവിശേഷ സ്വഭാവം ആണ് പാമ്പിൻ്റെ പ്രത്യേകതയായി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. വെരി ക്ലവർ, ആരെയും കയ്യിലെടുക്കാനുള്ള കൗശലം ഉണ്ടായിരുന്ന സ്വഭാവമാണ് പാമ്പിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലോജിക്കൽ, യുക്തിപരമായി ഇടപെടാനായിട്ടുള്ള കഴിവ് ഈ പാമ്പിൻ്റെ പ്രത്യേകതയായി നമുക്കവിടെ കാണാൻ കഴിയും. വെൽ ഇൻഫോംഡ്, ആഴത്തിലും പരപ്പിലുമുള്ള അറിവ് ഈ പാമ്പിന് ഉണ്ടായിരുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നു. വെരി ഡിപ്ലോമാറ്റിക്, കുറിക്ക് കൊള്ളുന്നതും വശീകരിക്കുന്നതുമായ വാക്ചാതുര്യം ഈ പാമ്പിൻ്റെ സവിശേഷതയാണ്. സട്ടിൽ, അതായത് ഗ്രഹിക്കാനോ കണ്ടുപിടിക്കാനോ കഴിയാത്ത വിധത്തിൽ പ്രയാസകരമായിട്ടുള്ള വാക്കുകളും പ്രവൃത്തിയും ചെയ്യുന്നതിനുള്ള വൈഭവം ഈ പാമ്പിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ അനേക സവിശേഷതകൾ ഈ പാമ്പിന് ഉള്ളത് എല്ലാ ശുശ്രൂഷകർക്കും ഉണ്ടായിരിക്കേണ്ടത് തന്നെയാണ് എന്ന് കർത്താവ് ഇവിടെ വ്യക്തമായി പറയുകയാണ്. ഈ കഴിവുകളെല്ലാം ഉണ്ടായിരിക്കണം. ക്ലവറായിരിക്കണം, ലോജിക്കലായിരിക്കണം, ഡിപ്ലോമാറ്റിക് ആയിരിക്കണം, എല്ലാത്തിനെക്കുറിച്ചും വെൽ ഇൻഫോംഡ് ആയിരിക്കണം, വളരെ നല്ല ആഴത്തിലും പരപ്പിലുമുള്ള അറിവ് വേണം. ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ഭംഗിയായി ചെയ്യുന്നതിന് പാമ്പിനെ പോലെയുള്ള കുശാഗ്രബുദ്ധി അത്യന്താപേക്ഷിതം തന്നെയാണ്. എന്താണ് പാമ്പിനെയും പ്രാവിനെയും തമ്മിൽ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കർത്താവ് പറയാൻ ശ്രമിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇതിന് നേരെ വിപരീതമാണ് പ്രാവിൻ്റെ സവിശേഷതയായി നാം വായിച്ചിട്ടുള്ളത്. ഒന്നാമത് നിഷ്കളങ്കതയാണ്, ഇന്നസെൻസാണ്. 2, സിംപ്ലിസിറ്റിയാണ്, ലാളിത്യമാണ്. 3, സ്ട്രേറ്റ് ഫോർവേഡ്നെസ് ആണ്, വക്രതയില്ലായ്മ ആണ്. 4, പ്യൂരിറ്റി അല്ലെങ്കിൽ നൈർമല്യം ആണ്. കർത്താവ് പറയുകയാണ്, ഈ 2 ക്വാളിറ്റീസും ഒരു ദൈവരാജ്യ ശുശ്രൂഷകന് അത്യന്താപേക്ഷിതം ആണ്. 16-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ ഇങ്ങനെ പറയാൻ സാധിക്കും: ബി ഷ്രൂഡ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ആൻഡ് ഇന്നസെൻറ്റ് ഇനഫ് to react to the situation. Be shrewd enough to understand the situation and innocent enough to react to the situation. ഞാൻ പറഞ്ഞതുപോലെ ഏത് ശുശ്രൂഷയ്ക്കാണെങ്കിലും പാമ്പിൻ്റേതായിട്ടുള്ള ബുദ്ധി കൂർമ്മത വളരെ വളരെ ആവശ്യമാണ്. പക്ഷേ പ്രതികരണം ഇവിടെ കർത്താവ് പറയുകയാണ്, അവർ സ്വീകരിക്കുന്ന ആ ശൈലിയല്ല, പിന്നെയോ അത് നിഷ്കളങ്കം ആയിരിക്കണം എന്നാണ് കർത്താവ് പറയാൻ ശ്രമിക്കുന്നത്. പ്ലെയിൻ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ അടുക്കൽ വരുന്ന ഒരാൾ കാലു വാരാനാണോ, കാലു വെട്ടാനാണോ, കാലു നക്കാനാണോ, കാല് പിടിച്ച് വലിച്ച് നമ്മെ തള്ളിയിടാനാണോ വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഒരു ശുശ്രൂഷകന് ഉണ്ടായിരിക്കണം. പക്ഷേ അയാൾ ഉപയോഗിക്കുന്ന അതേ ശൈലി കാലു വെട്ടാൻ വരുന്നവൻ വെട്ടുന്നതിന് മുൻപ് അവനെ വെട്ടി താഴെയിടുന്ന ശൈലിയല്ല. കാലു വാരാൻ വരുന്നവനെ കാല് വാരി നിലത്തടിച്ച് വിജയിക്കുന്ന ശൈലിയല്ല. മറിച്ച് നിഷ്കളങ്കതയുടെ ശൈലി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നതാണ് ഇവിടെ കർത്താവ് ഒന്നാമതായി ശുശ്രൂഷകരെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയുക. പ്രാവിൻ്റെ നിഷ്കളങ്കതയോടെ, പ്രാവിൻ്റെ സ്ട്രേറ്റ് ഫോർവേഡ്നെസ്സോടുകൂടെ,
പ്രവർത്തിക്കുവാനായിട്ട് ഒരു ശുശ്രൂഷകന് സാധിക്കുമ്പോഴാണ് ആ ശുശ്രൂഷ ഫലകരമായി നിർവഹിക്കാൻ കഴിയുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഇംഗ്ലീഷിലെ 2 വാക്കുകൾ ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഒന്ന് റിയാക്ട് എന്ന വാക്കാണ്, മറ്റൊന്ന് റെസ്പോൺസ് എന്ന വാക്കാണ്. നമുക്കറിയാം, റിയാക്ട് എന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നത് എപ്പോഴെന്നാൽ നമ്മുടെ ഈഗോ ഹേർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ മറ്റൊരാൾ പ്രതികരിക്കാതെ ഇരിക്കുമ്പോൾ ആണ് ഈ റിയാക്ഷൻ ഉണ്ടാവുന്നത്. ഞാൻ 2 അനുഭവങ്ങൾ, ഈ റിയാക്ഷനും റെസ്പോൺസിനും ഓർക്കുന്ന 2 അനുഭവങ്ങളുണ്ട്. ഒന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത് ഒരു മാമോദീസ ശുശ്രൂഷ നടക്കുന്നു. ഞാൻ ദൃക്സാക്ഷിയാണ്. കാർമികൻ കാപ്പയിട്ട് ദേവാലയ മധുബായിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച അദ്ദേഹത്തെ അത് അസ്വസ്ഥനാക്കി എന്നുള്ളത് പിന്നീടുള്ള പ്രസ്താവനയിലാണ് മനസ്സിലാക്കുന്നത്. മുൻപിൽ ഒരു സ്ത്രീ, ഏറ്റവും മുൻപിലത്തെ ബെഞ്ചിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം വന്നു, നോക്കി, ശുശ്രൂഷ ആരംഭിക്കാൻ പോവുകയാണ്, എല്ലാവരും എഴുന്നേൽക്കണം എന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. പക്ഷേ ഈ സ്ത്രീ എഴുന്നേറ്റില്ല. വീണ്ടും ആവർത്തിച്ചു. നമ്മുടെ ആരാധനയുടെ പാരമ്പര്യം അനുസരിച്ച് കൗമ ചെല്ലുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വേണം ഈ ആരാധനയിൽ സംബന്ധിക്കാൻ. അന്നേരവും ഈ സ്ത്രീ എഴുന്നേറ്റില്ല. അദ്ദേഹം പെട്ടെന്ന് ക്ഷോഭം നിറഞ്ഞവനായിട്ട് ഇങ്ങനെ പറഞ്ഞു, മുൻപിൽ വന്ന് നിൽക്കാൻ വയ്യാത്തവർ പുറകിൽ എവിടെങ്കിലും പോയി ഇരുന്നോണം. ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. റിയാക്ഷൻ. മാമോദിസ കഴിഞ്ഞ് ഞാൻ ചെന്ന് ഈ പുറകിലിരുന്ന വളരെ സങ്കടത്തോടുകൂടെ ഇരുന്ന ആ സ്ത്രീയോട് ചോദിച്ചു, എന്താ അമ്മച്ചി എഴുന്നേൽക്കാഞ്ഞത്? അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, അന്ന് രാവിലെ RCCയിൽ, ഇതൊരു 30 വർഷങ്ങൾക്ക് മുൻപാണ്, കീമോതെറാപ്പി, നമുക്കറിയാം ഇപ്പോഴും കീമോതെറാപ്പി കഴിയുന്ന ഒരാളിൻ്റെ ശാരീരികമായ അസ്വസ്ഥത എത്ര ഭയങ്കരമാണ് നമുക്കറിയാം. ആ സ്ത്രീയെ കൊച്ചുമകളുടെ മാമോദിസയ്ക്ക് സംബന്ധിക്കാൻ വേണ്ടി ആരാധനയ്ക്ക് വന്നതാണ്. എഴുന്നേറ്റ് നിൽക്കാൻ ആ സ്ത്രീക്ക് കെൽപ്പില്ല, അത്രമാത്രം അസ്വസ്ഥതയുണ്ട്. പക്ഷേ ഈ കൊച്ചുമകളുടെ മാമോദിസ കാണണമെന്നുള്ളത് അദമ്യമായ ആഗ്രഹം. ആ സ്ത്രീയിലുണ്ടാക്കിയ മുറിവ് എത്ര ഭയങ്കരം ആയിരുന്നിരിക്കും എന്ന്, എത്ര ആഴത്തിലുള്ളതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഇതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. റെസ്പോൺസ് എന്ന് പറയുന്നത് അത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം തന്നെയാണ്. എൻ്റെ ഡോക്ടറൽ പഠനത്തിന് ശേഷം എറണാകുളം ശാലേം ഇടവകയിലെ ശുശ്രൂഷയ്ക്ക് വന്ന് ആദ്യത്തെ ഞായറാഴ്ച വിശുദ്ധ കുർബാന അനുഷ്ഠിച്ച് ഈ പരസ്യങ്ങൾ പറയുന്നതായിട്ടുള്ള സമയത്ത് ഒരാൾ ഒരു ചെറിയ നോട്ട് എഴുതിക്കൊണ്ട് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. സോ ആൻഡ് സോ ഈസ് ഡെഡ്, ഇന്നയാൾ മരിച്ച് പോയി എന്ന് ഒരു നോട്ടാണ്. ശുശ്രൂഷ ക്രമീകരണങ്ങളൊക്കെ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു നോട്ട്. എന്നിലെ ഈ ഈഗോ വല്ലാതെ മുറിപ്പെട്ടു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ആ മുറിവ് വെളിപ്പെടുത്തുന്നതിന് മുൻപ് ആ ജനങ്ങളുടെ ഇടയിൽ നിന്നൊരു 3-4 പേരെ വലിയ ശബ്ദത്തിൽ, അയ്യോ അതെന്ത് സംഭവിച്ചു, അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നല്ലോ അവിടെ താമസിച്ചിരുന്നത്, പിന്നെ എങ്ങനെ ഇത് അറിഞ്ഞു, ആരാണിത് പറഞ്ഞത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ കോൺഗ്രിഗേഷനിൽ നിന്ന്, ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഉയർന്ന് വന്നു. സാഹചര്യം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. എൻ്റെ ഈഗോ അടങ്ങി ഞാൻ റെസ്പോണ്ട് ചെയ്തു. കാര്യങ്ങൾ ആരാധന കഴിഞ്ഞുകൊണ്ടേ തന്നെ അവിടെ എല്ലാവരും ഇരുന്നോടൊപ്പം തന്നെ ഓരോരുത്തരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഭാര്യ മരിച്ചുപോയ ആളാണ്, ഇയാൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. രാവിലെ അവിടെ സർവീസ് 7:30-ക്കാണ്.
8 മണിക്ക് എല്ലാ ദിവസവും ഒരു സ്ത്രീ വന്ന് ആഹാരമൊക്കെ ഉണ്ടാക്കാനും വീട് വൃത്തിയാക്കാനും വരുന്ന സ്ത്രീ വന്ന് കതകിന് മുട്ടിയപ്പോൾ കതക് തുറക്കുന്നില്ല. പിന്നെ അവർ അയൽക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി, സ്വന്തക്കാരെ ആരാണ്ടൊക്കെ അവരുടെ നമ്പറുണ്ടായിരുന്നു, അവരെയൊക്കെ വിളിച്ചു. കതക് തല്ലിപ്പൊളിച്ച് അകത്ത് ചെന്നപ്പോൾ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ മനുഷ്യൻ മരിച്ചു കിടക്കുകയാണ്. ഇതാ സംഭവിച്ചത്. പശ്ചാത്തലം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ എൻ്റെ ഈഗോ ഹേർട്ട് ആയി ആ ഈഗോയിൽ തന്നെ ഞാൻ നിന്നിരുന്നു എങ്കിൽ നിശ്ചയമായും അത് റിയാക്ഷനാകുമായിരുന്നു. എനിക്കും വാക്കുകൾ പരുഷമായി ഉപയോഗിക്കുവാനായിട്ട് സംഗതിയായേനെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ, അതായത് ഒരല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ, എന്തുകൊണ്ടാണ് അപരൻ ഇങ്ങനെ ഇടപെടുന്നത് എന്ന് ഒന്ന് നിന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായും ഈ റിയാക്ഷൻ്റെ സ്ഥാനത്ത് റെസ്പോൺസ് എന്ന് പറയുന്ന ആ അനുഭവം ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല. ശുശ്രൂഷകനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് റിയാക്ഷൻ അല്ല, പിന്നെയോ റെസ്പോൺസ് ആണ്. അതെപ്പോഴും പോസിറ്റീവായ റെസ്പോൺസ് ആയിരിക്കണം എന്ന് ഈ ശുശ്രൂഷാ സ്ഥാനത്തേക്ക് പ്രവേശിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെയും ദൈവജനമേ, നിങ്ങളെയും ഒരുപോലെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭേദങ്ങളെ വിവേചിക്കുവാനുള്ള വിവേകവും അപരനെ മനസ്സിലാക്കാനുള്ള ക്ഷമയും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകന് അത്യന്താപേക്ഷിതമാണ് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമത്തെ ഘടകം, ശുശ്രൂഷകൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രണ്ടാമത്തെ ഘടകം 19-20 വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. ബി സബ്മിസീവ് ടു ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ബി സെൻസിറ്റീവ് ടു ദ ക്രൈ ഓഫ് ദ പീപ്പിൾ അറൗണ്ട്. ബി സബ്മിസീവ് ടു ദി ഹോളി സ്പിരിറ്റ് ആൻഡ് ബി സെൻസിറ്റീവ് ടു ദ ക്രൈ ഓഫ് ദ പീപ്പിൾ അറൗണ്ട്. പരിശുദ്ധാത്മാവിന് കീഴടങ്ങുക, ചുറ്റുമുള്ള ആളുകളുടെ നിലവിളിയോട് സംവേദനക്ഷമതയോടെ പെരുമാറുക. ശുശ്രൂഷ എന്നാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ ആശ്രയിച്ച് ചെയ്യേണ്ട ഒന്നാണ് എന്ന്, മോഡേൺ സ്കിൽ മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഉപയോഗിക്കേണ്ടതാണ് എന്ന്, ആരാധന എത്രയും നാടകീയമാക്കി മാറ്റേണ്ടതാണ് എന്നൊക്കെ നമ്മൾ ധരിച്ച് വച്ചിട്ടുണ്ട്. പുതിയ ഒരു ട്രെൻഡ് ആണ് അർത്ഥം അറിയില്ല എങ്കിലും മറ്റ് ഭാഷകളിലെ വാക്കുകളുടെ പ്രയോഗം. നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ, കേരളത്തിൽ വന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഹിന്ദി അല്പം പോലും അറിയാത്തവരുടെ അടുക്കൽ ആദ്യത്തെ ഗീതം ശോഭ നിറഞ്ഞ ഹിന്ദിയിൽ പാടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, തമിഴിൽ പാടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ജനത്തിനൊന്നും മനസ്സിലാകുന്നില്ല. ആരാധന മധ്യേ സുറിയാനി വാക്കുകൾ പ്രൊഫ്യൂസായി ഉപയോഗിക്കുന്നത് ഇന്നൊരു ഫാഷൻ, ഒരു ട്രെൻഡായി മാറിയിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഗിമ്മിക്സ് ഉപയോഗിച്ച് ആരാധന നടത്തുന്നതൊക്കെയാണ് നമ്മുടെ ശുശ്രൂഷയുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നത് എന്ന് തെറ്റായി ധരിച്ച് പോയിട്ടുള്ള ആളുകൾ വളരെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിയുക. ആരാധന എന്നാൽ സ്റ്റേജ് ഷോയോ, പ്രസംഗം എന്നാൽ പ്രസിദ്ധി ആർജിക്കാനുള്ള വഴിയോ, ശുശ്രൂഷ എന്നാൽ ഉന്നത ശ്രേണികളിലുള്ളവരെ തൃപ്തിപ്പെടുത്താനുള്ള മാർഗമോ അല്ല, പിന്നെയോ പരിശുദ്ധാത്മ പ്രേരണയാൽ ചെയ്യേണ്ട ഒന്നാണ് എന്ന് അറിഞ്ഞിരിക്കുക. ജനത്തെ അനുതാപത്തിലേക്കും രൂപാന്തരത്തിലേക്കും ദൈവരാജ്യ ശുശ്രൂഷയിലേക്കും നയിക്കാനുള്ള വാഞ്ചയായിരിക്കണം ശുശ്രൂഷയുടെ ചേതോ വികാരം എന്ന് പറയുന്നത്. അത് പരിശുദ്ധാത്മ പ്രേരണയാൽ മാത്രം സംഭവിക്കുന്നതാണ്. അതിനാൽ മേൽപ്പറഞ്ഞവയുടെ പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ പരിശുദ്ധാത്മാവിന് നിങ്ങൾ വിധേയപ്പെടണം. അപ്പോൾ സ്വാഭാവികമായി ജനത്തിൻ്റെ കരച്ചിൽ നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. അതിനുള്ള സെൻസിറ്റിവിറ്റി, സ്പർശശേഷി നിങ്ങൾക്ക് ഉണ്ടാകും. സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും ദുഃഖിതരുടെയും കണ്ണുനീരൊപ്പുന്നതും
ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നതും ഒക്കെ നിങ്ങളുടെ മിടുക്ക് പ്രദർശിപ്പിക്കാനുള്ള വേദിയാക്കി നിങ്ങൾ മാറ്റരുത്. നന്മ ചെയ്യാൻ കഴിയാത്ത വിധമുള്ള ആന്തരിക പ്രേരണയാൽ ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നതും കാലം തെളിയിക്കും എന്നത് മറക്കരുത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് വിധേയപ്പെട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിശ്ചയമായും അത് ജനത്തിനും ആ സമൂഹത്തിനും പ്രയോജനമുള്ളതായി തീരും എന്നതിന് സംശയമില്ല. അതുകൊണ്ട് 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിച്ചത്. ഒന്ന്, ഞാൻ പറഞ്ഞത് ബി shrewd enough. Sorry. Be shrewd enough to understand the situation and innocent enough to react to the situation. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരും ആയി ഈ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞത് be submissive to the Holy Spirit and be sensitive to the cry of the people around എന്നതാണ്. ഈ ശൈലി സ്വീകരിച്ച് ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ് നിങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർക്കുക. പുരാതന മൊറേവിയൻ സഭയുടെ എംബ്ലം വളരെ സവിശേഷതയുള്ള ഒന്നാണ് എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. നമ്മുടെ സഭയുടെ എംബ്ലത്തിൻ്റെ ഔട്ട്സൈഡ് പോലെയുള്ള ഒരു ഷീൽഡ്, ആ ഷീൽഡിന് നടുക്ക് ഒരു കാള, ഒരു വശത്ത് ഒരു നുകം, മറുവശത്ത് ഒരു ബലിപീഠം. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ചിത്രം. നടുക്ക് കാള, ഒരു വശത്ത് നുകം, മറുവശത്ത് ബലിപീഠം. അതിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, റെഡി ഫോർ ഐദർ. റെഡി ഫോർ ഐദർ. രണ്ടിനും ഞാൻ ഒരുക്കമാണ് എന്ന് ഈ കാള പറയുകയാണ്. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകനെ ദൈവം വിളിക്കുമ്പോൾ ഈ റെഡി ഫോർ ഐദറിന് വേണ്ടിയാണ് വിളിക്കുന്നത് എന്ന് ഓർക്കുക. ഈ രണ്ടിൽ ഏത് വേണമെന്നത് പരിശുദ്ധാത്മാവാണ് തീരുമാനിക്കുന്നത്. നുകത്തിന് കീഴ് കെട്ടപ്പെട്ട് ഈ ലോകത്തെ കീഴ്മേൽ മറിക്കത്തക്കവണ്ണം ഉഴുതു മറിക്കാനായിട്ടുള്ള പ്രാഗൽഭ്യമുള്ളവരാകണമോ, അതോ ഒരു യാഗപീഠത്തിൽ യാഗമൃഗമായി തീരണമോ എന്ന് തീരുമാനിക്കുന്നത് നാം ആരും അല്ല, അത് പരിശുദ്ധാത്മാവ് ആണ്. എന്തു പറയേണ്ടു, എങ്ങനെ പറയേണ്ടു, എവിടെ പറയേണ്ടു എന്നത് പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ സ്പന്ദനം തിരിച്ചറിയാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഞാൻ തീരുമാനിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ ഈഗോയെ പരിപോഷിപ്പിക്കുന്നതും എൻ്റെ ജീവിതത്തെ വളർത്തുന്നതുമായ അനുഭവങ്ങളുടെ പിറകെ ഞാൻ പോകുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ നേരിയ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയാതെ പോകും. ജീവിതത്തിൽ ഈ നേരിയ ശബ്ദം കേട്ട് ഈ റെഡി ഫോർ ഐദർ എന്ന് പറയാൻ, ദൈവമേ നീ എന്നെ ഒരു നുകത്തിന് കീഴെ വെച്ച് പൂട്ടാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, അങ്ങനെ ലോകത്തെ കീഴ്മേൽ മറിക്കുവാനാണ് ആഗ്രഹിക്കുന്നതിൽ, അങ്ങനെ അതല്ല, നീ എന്നെ ഒരു യാഗവസ്തുവായി തീർത്ത് യാഗപീഠത്തിൽ ഒരു യാഗമാക്കി തീർക്കുവാൻ, ഒരു രക്തസാക്ഷിയായി തീരുവാനാണ് എന്നെക്കുറിച്ച് നീ ആഗ്രഹിക്കുന്നതിൽ, അങ്ങനെ റെഡി ഫോർ ഐദർ എന്ന് പറയാൻ ഈ പ്രിയപ്പെട്ടവർക്ക്, ഇത് കേൾക്കുന്ന നിങ്ങൾക്ക്, എനിക്ക്, ഈ പറയുന്ന എനിക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഒരിക്കൽ കൂടെ ഷമ്മാശ സ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ആ പ്രിയപ്പെട്ടവർക്ക് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.